വെറും വാദം അപരാധം അത് തന്നെ ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളൂ. കാരണം ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർക്ക് ₹1 ഇട്ടരുത്. 2.5 മണിക്കൂർ പോയി തലവെച്ച് കൊടുക്കായിരുന്നാൽ മതി. ഇത് ചിലപ്പോൾ ആവശ്യം വരും. ഇത് കണ്ടോ, നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നതാണ്. ഫസ്റ്റ് ഹാഫ് പോയി തലവെച്ച് കൊടുക്കല്ലേ, പോയി തലവെച്ച് കൊടുക്കായിരുന്നാൽ മതി. 2.5 മണിക്കൂർ കുഴപ്പമില്ല, കുഴപ്പമില്ല, ആവറേജ്. നന്നായിരുന്നു. കുഴപ്പമില്ല. പോരെ ബ്രോ, സത്യം പോരെ, വലിയ രസമില്ല, നല്ല വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ വേറെ ഒന്നും പറയില്ല. എന്താ പറയാ, പാസവും എന്നാൽ ഫുള്ള് മാസാണ്. സൂര്യയുടെ ഒരു മാസം തന്നെയാണ് ഫുള്ള് സിനിമ. കണ്ടിരിക്കാൻ നല്ല പടം, ക്യാമിയോ റോളൊക്കെ ഉണ്ട്, സൂപ്പറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഴപ്പമില്ല, പൈസയും പോയി ഉറക്കവും പോയി. കുഴപ്പമില്ല. ഒട്ടും കൊള്ളില്ല. ശിവ വെച്ച് ചെയ്ത് സൂര്യ വെച്ച് ആ നടന്റെ കാലിബർ കൂടെ കളഞ്ഞിട്ടുണ്ട് പടം. കൊള്ളത്തില്ല. വളരെ അൺസൈക്കബിൾ ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. സിനിമ കൊള്ളൂല. പോരാ അത്ര ഗുണമില്ല ചേട്ടാ. 3000 കോടി രൂപയുണ്ട്. 3200 കോടി കൺഫേം. പടം ശോകം പടമായിപ്പോയി, സത്യമായിട്ട് ഒന്നിനും കൊള്ളൂല. ഒരു പ്രതീക്ഷിച്ച വന്ന അത്ര ഒന്നും ഇല്ല പടം. 2 വർഷം സൂര്യ എന്തൊരു ചെയ്തെന്ന് അറിഞ്ഞൂടോ. അടിപൊളി കൊള്ളാം. കൂറപ്പടം. ഒരു 2 മിനിറ്റ് സമയം തരും എനിക്ക്. പടം ഈ പറഞ്ഞ ഹൈപ്പിനുള്ള പടമൊന്നുമില്ല, നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം പറയാനുള്ള കാരണം ഇത് ക്യാമറയിൽ കാണണം. ഇതിൽ ഷോ ടൈം വെച്ചിരിക്കുന്നത് 4 AM ആണ്. 4 AM ആണ് ഷോ ടൈം വെച്ചിരിക്കുന്നത്. ഇവിടെ ഷോ ചെയ്തത് 5 മണിക്കാണ്. ഞാൻ എൻ്റെ മോനെയും കൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നതാണ്. 4 മണിക്ക് സൂര്യയുടെ ഫാൻ ആയതുകൊണ്ട് 4 മണിക്ക്. അപ്പോൾ എൻ്റെ 1 മണിക്കൂറിന് ഈ ഡിസ്ട്രിബ്യൂട്ടറും ഈ തിയേറ്ററുകാരും ലൈസൻസ് കിട്ടിയില്ലെന്ന് പറയണം. ലൈസൻസ് കിട്ടാതെ ഇവർക്ക് ഷോ ടൈം എങ്ങനെ ഓൺലൈൻ ബുക്ക് ചെയ്ത് ഇന്നലെ പൈസ ഞങ്ങളുടെ അടുത്ത് നിന്ന് അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും? ഇതിനിവിടെ നിയമമില്ലേ, വ്യവസ്ഥയില്ലേ? ലൈസൻസ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് 4 മണിക്ക് ഷോ ടൈം വെച്ചിട്ട് ഞങ്ങളുടെ നിന്ന് പൈസ വാങ്ങിച്ചത് എങ്ങനെ ഇവിടെ 5 മണിക്ക് ഇവർക്ക് ഷോ ചെയ്യാൻ പറ്റുമോ? അതിനിവിടെ നിയമമുണ്ടോ? പടത്തിൻ്റെ കാര്യത്തിനപ്പുറം ഇവിടെ ഇതിന് നിയമമുണ്ടെങ്കിൽ ആരൊക്കെയെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് സഹായിക്കണം. കാരണം ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കരുത്. കാരണം പിള്ളേരൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് കാണാൻ വരുന്നതാണ്. ഇത് പറയണം. പടം ഈ പറഞ്ഞ ഹൈപ്പിനുള്ള പടമൊന്നുമില്ല, വലിയ മഹാ സംഭവമൊന്നുമല്ല പടം. വെറും വാദം അപരാധം അത് തന്നെ ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളൂ. കാരണം ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർക്ക് ₹1 ഇട്ടരുത്. പടം കൊള്ളില്ല ബ്രോ, കൊള്ളൂല. പിന്നെ പൊന്നെണ്ണ മൂഞ്ചിയ പടം എന്ന് പറയാം, മൂഞ്ചിയ പടം. എന്നാലും പൈസ മുടക്കിയിട്ടുള്ളതിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക, 3D ഒക്കെ ഒരുമാതിരി മൂഞ്ചിയ 3D പോലെയാണ്, എന്നാലും കുഴപ്പമില്ല. എന്നാലും നമുക്കൊരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 5-ൽ 0.5 കൊടുക്കാം, അല്ലെങ്കിൽ 10 കൊടുക്കുകയാണെങ്കിൽ 2 കൊടുക്കാം. അതേ പറയാൻ പറ്റൂ. കരച്ചിൽ പടം കരഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കൊരു നെഗറ്റീവ് പറയുന്നില്ലെങ്കിലും നമുക്കൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. ഒന്നുമില്ല, നമുക്ക് പ്രതീക്ഷ. കുറേ 3D എഫക്റ്റ് കാണാൻ മാത്രമേ ഉള്ളൂ. എല്ലാം കൂടെ കണ്ണിന് മുമ്പിൽ കൂടെ പോകുന്നല്ലാതെ പ്രത്യേകിച്ച് നമുക്കൊരു മുടക്കിയ പൈസയ്ക്കുള്ളതൊന്നും ഇല്ല. അതേ ഉള്ളൂ, നെഗറ്റീവേ പറയാനുള്ളൂ ചേട്ടാ. എഫക്ട്സ് ആണെങ്കിൽ പോലും നമുക്ക് ഒരുമാതിരി സ്കൂൾ പിള്ളേരെ പോലെ കളിപ്പിക്കുന്ന പോലെ ആയിപ്പോയി. പടം അത്ര കൊള്ളില്ല, ബോറാണ്. ഫസ്റ്റ് ഹാഫ് വെറും ബോർ. സെക്കൻഡ് ഹാഫ് ആകെ 1-2 മാത്രം കാണാൻ കൊള്ളാം. പിന്നെ ക്യാമിയോ റോളുണ്ട്, അതും പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരുന്നു, കൊള്ളാം. സെക്കൻഡ് പാർട്ടുണ്ട്, ഇതിലും ആയിരിക്കാതിരിക്കാം, അറിയില്ല. എനിവേസ് കൊള്ളില്ല. ഇത് ചിലപ്പോൾ ആവശ്യം വരും. ഇത് കണ്ടോ, നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നതാണ്. മൂവി എന്ന് പറഞ്ഞാൽ ഒരു വീക്കായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് എടുത്ത് മാക്സിമം ടെക്നിക്കൽ സൈഡ് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അതാണ് പറ്റിയത്. ഇപ്പം എന്താ പറയുക, ഇവർക്കൊരു ലിമിറ്റുണ്ട്. ടെക്നിക്കൽ സൈഡും വിഷ്വൽസ് എല്ലാം പക്കയാക്കി കൊണ്ടുവരും. ഒരു ബ്രഹ്മാണ്ട സാധനം ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് ഡൗൺ ആയി പോയതുകൊണ്ട് ആർക്കും കണക്റ്റ് ആയിട്ടില്ല. അതാണ് മെയിനായിട്ട് പറ്റിയത്. പിന്നെ ഒരു ക്യാമിയോ ഉണ്ട്, അതാണേലും അടിപൊളിയാണ്. പിന്നെ അതിനപ്പുറം ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊള്ളാം. വേറെ മികച്ച നമുക്കൊരു ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറയാനായിട്ടൊന്നും ഇല്ല മൂവിയിൽ. അതാണ് പറ്റിയത്. മെയിൻ കാരണം വീക്ക് സ്ക്രിപ്റ്റ് അത് തന്നെയാണ് പറ്റിയത്. സൂര്യണ്ണൻ്റെ ആക്ടിങ്ങും വിഷ്വൽസും പിന്നെ അതൊക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് കുറച്ച് ഇതാണ്, എന്നാലും കണ്ടിരിക്കാനുള്ളതുണ്ട്. എന്തായാലും തിയേറ്ററിൽ ഒന്ന് കാണാം. റിവ്യൂ പടം കൊള്ളാം. എന്ന് വെച്ചാൽ ട്രെയിലർ എക്സ്പെക്ട് ചെയ്തൊന്നും ഇവിടെ വന്നിട്ട് എക്സ്പെക്ട് ചെയ്യണ്ട. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, മറ്റേ എന്തോ ഫ്രാൻസിസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, അതിനെനിക്ക് ഒരു ഇതും തോന്നിയില്ല, ഒരു ഹൈപ്പോ അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷെ കങ്കുവ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, അത് സൂര്യനെക്കിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ മേക്കിംഗ് ഒക്കെ നന്നാക്കായിരുന്നു. എന്തോ പറയേണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. എനിക്ക് പടം വലിയ രീതിയിൽ ക്ലിക്ക് ആയില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കാം, എനിക്ക് ക്ലിക്ക് ആയില്ല. ഓരോ രീതിക്കും ലൈക്ക് എന്തോ ഇഷ്ടപ്പെടാൻ എന്തൊക്കെ ഉണ്ട്, കഥ എന്തൊക്കെയൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ ഇല്ല എന്നുള്ള രീതിയിലാണ് പടം ഉള്ളത്. എത്ര 2 വർഷമായില്ലേ, 2 വർഷം കഴിഞ്ഞിട്ട് ഒരു പടം വരുമ്പോഴേക്കും നിനക്ക് ഇൻട്രോ സോങ് ഇഷ്ടപ്പെട്ട
യോളോ ഇൻട്രോ സോങ് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല, ഒരു ഇത് അടിച്ചു പൊളിക്കുക. ഓക്കെ എന്ന് പറയാം, കുഴപ്പമില്ല. ഓ ബ്രോ വേണ്ട, ബോറ് വേണം. കാര്യം സ്റ്റോറിയാണ് മെയിൻ വിഷയം. കാര്യം അത് ഒട്ടും ഒരു രീതിയിൽ നമുക്ക് സെൻസ് ആക്കാൻ പറ്റുന്നില്ല എന്താണ് അവർ ഉദ്ദേശിച്ച് വെച്ചേക്കണമെന്നുള്ളത്. ലാസ്റ്റ് മാത്രമേ ഒരു ചെറിയൊരു സീൻ മാത്രമേ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ഒരു ഇതുമില്ല. ആൻഡ് 3D ആയാലും 3D വോയിസ് പക്ഷേ ശേഷം റെൻഡറിങ് നല്ല പ്രശ്നമുണ്ട്. കുറച്ച് ക്രിഞ്ച് സീൻസ് ഉണ്ടെങ്കിലും സെക്കൻഡ് ഇൻട്രോയ്ക്ക് ശേഷം സിനിമ വേറെ ലെവലിലോട്ടാണ് പോയത്. അടിപൊളി, ഒരുപാട് സസ്പെൻസ് ഒക്കെ ഉണ്ട്. സെക്കൻഡ് പാർട്ട് ഉണ്ട്, അടിപൊളി പടം. കൊള്ളാട്ടോ, കൊള്ളാം. എല്ലാവർക്കും ഇന്റർവ്യൂ കൊടുത്തോട്ട് പറഞ്ഞത് ശിവയുടെ ഒരു വെറൈറ്റി സംവിധാനം തന്നെയാണ്. പക്ഷേ പടം ഓവറോൾ കുഴപ്പമില്ല, ഒരു ആവറേജ് പടം. സൂര്യയുടെ ഒരു സിംഗിൾ മാസ പടം. കമ്പാക്ക് എന്ന് പറയാൻ പറ്റില്ല, സൂര്യയുടെ കമ്പാക്ക് ഒന്നും അല്ല, ആവറേജ് പടം. ഗ്രാഫിക്സ് ഒക്കെ പോരാ, 3D വർക്കൊന്നും പോരാ, അത്രേ ഉള്ളൂ. പടം പോരാ. പടം ഒരുപാട് ഫൈറ്റ് മാസൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കത് കണക്ട് ആവുന്നില്ല, ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അത്ര അങ്ങോട്ട് പോരാ, നമ്മൾ വിചാരിച്ച ഹൈപ്പിന് അത്ര പോരാ, പടം പോരാ. 2 വെയിറ്റിംഗ് ആണ്. സൂര്യയുടെ ഒരു കിടില ആക്ടിംഗ് ആണ്, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. മേക്കോറൊക്കെ അടിപൊളി, മേക്കപ്പ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്, ആ പടം കയറി കാണാൻ നിങ്ങൾക്ക് അറിയാം.